എസ് ഡി പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ വർഗീയ സ്വഭാവവും അല്ലെങ്കിൽ തീവ്ര നിലപാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊരു നിലപാട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമില്ലേ? രാജീവ്, നിങ്ങൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചാൽ അത് പറ്റണമല്ലോ, അത് പറ്റണം. പക്ഷെ എയറിൽ നിന്നല്ല, ശൂന്യതയിൽ നിന്നല്ല രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകേണ്ടത്. എന്താണ് ഇവരുടെ ലക്ഷ്യം? എന്താണ് ഈ ഈ ഇങ്ങനെ ഒരു പിന്തുണ കോൺഗ്രസിന് കൊടുക്കുന്നതോടുകൂടി ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇവര് സെക്യുലർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയവും എസ് ഡി പിയുടെ രാഷ്ട്രീയവും തമ്മിൽ എവിടെയാണ് യോജിക്കുന്നത്? കോൺഗ്രസ് ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 140 വർഷത്തെ പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അവരും എസ് ഡി പിയും തമ്മിൽ എന്താണ്? എസ് ഡി പി എന്നുള്ളത് വർഗീയത മാത്രം കൈവശം വെച്ച് അക്രമമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മാർഗമെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു കൂട്ടം ക്രിമിനലുകൾ. അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് എന്ത് രാഷ്ട്രീയമാണുള്ളത്? അവർ കൂടെ കൂടുന്നു എന്ന് പറഞ്ഞാൽ പാൽപ്പായസത്തിൽ വിഷം ചേർക്കുന്നതിന് തുല്യമാണ്. പിന്നെ ആ വിഷം കുടിക്കണമെന്ന് മനുഷ്യരോട് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇലക്ഷന് മുമ്പിൽ നിൽക്കുകയാണ്. കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കകത്തോട്ട് ഇവരെ കൂട്ടുക എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലപാടിൽ സ്വയം വിഷം കലർത്തുക എന്നുള്ളതാണ് അർത്ഥം. ആ വിഷവുമായിട്ട് നാട്ടുകാരുടെ അടുത്ത് കോൺഗ്രസിന് വോട്ട് പിടിക്കാൻ വേണ്ടി പോകാൻ പറ്റുമോ? ഇവരുടെ നിലപാട് ഇതാണ്. എസ് ഡി പി ഐ എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതല്ല. അവരെന്ത് പ്രവർത്തിക്കുന്നു എന്ന് നോക്കിക്കഴിയുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴി അക്രമത്തിന് മാർഗമാണ് എന്നുള്ളത് അവർ പലപ്പോഴായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അവർ പ്രതിദാനം ചെയ്യുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന ജനസമൂഹത്തിന് വേണ്ടി ഒരു മെച്ചപ്പെട്ട കാര്യവും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവരുടെ നിലപാടുകൾ കൂടുതൽ ദുഷ്കരമാക്കുക മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എസ് ഡി പി എന്ന് പറയുന്നത്. അവരുടെ ഒരു സഹായവും വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലെ സെക്യുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കോൺഗ്രസിന്റെ തീരുമാനം ഞാൻ അങ്ങേയറ്റം നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. അത് നമുക്ക് അങ്ങനെയേ പറ്റൂ. കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടെടുക്കാനേ പറ്റൂ. ആ നിലപാടിലേക്ക് കോൺഗ്രസും യു ഡി എഫ് നേതൃത്വം എത്തിയെന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കൂ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക്, ഒരു സെക്യുലർ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് എസ് ഡി പി ഐ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടുന്നതിൽ ആർക്കും വിരോധമില്ല. പക്ഷെ അവർ ഒരു സെക്യുലർ രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനം അല്ല അവരെ നടത്തുന്നത്. അവർ നടത്തുന്ന ക്രിമിനലിസത്തിന് മറയിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില രാഷ്ട്രീയ ഉഡായിപ്പുകളല്ലാതെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളതായിട്ട് ഞാൻ പരിഗണിക്കും.